ഖാദിമുൻ നബി അനസുബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഫലുൽ ഖൈറ ദഹറക്കും വതഅറളൂ ലിനഫാഹാത്തി റഹ്മത്തില്ല ഫഇന്ന ലില്ലാഹി നഫാഹാത്തി മിർ റഹ്മതിഹി യുസീബു ബിഹാ മൻ യശാഉ മിൻ ഇബാദി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിങ്ങളുടെ ആയുസ്സിൻ്റെ പരമാവധി നിങ്ങൾ നന്മ പ്രവർത്തിക്കുക. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ദാനങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക. അള്ളാഹുവിന് അവൻ്റെ കാരുണ്യത്തിൽ നിന്നുള്ള ചില ദാനങ്ങളുണ്ട്. അവൻ ഉദ്ദേശിക്കുന്ന അവൻ്റെ അടിമകൾക്ക് അവനത് നൽകുന്നതാണ്. ചിലപ്പോൾ അത്തരം വല്ല ദാനവും ആർക്കെങ്കിലും നൽകപ്പെട്ടാൽ അതിനുശേഷം അവൻ ദൗർഭാഗ്യം സംഭവിക്കുകയില്ല. വളരെ അള്ളാഹുവിൻ്റെ വലിയൊരു കാരുണ്യത്തിൻ്റെ ദിനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ദുൽഹിജ ആദ്യത്തെ 10 ദിവസങ്ങൾ. തീർച്ചയായും ഇന്നത്തെ ക്യാമ്പ് റൂട്ടിൻ്റെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വൽ ഫജ്ർ വലയാലിൻ അഷ്ർ. എല്ലാവർക്കും ഹൃദ്യമായിക്കൊണ്ടുള്ള സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മളിവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങൾ, അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങൾ, അതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശർ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ 10 ദിനങ്ങൾ അത് ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങളാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ദിനങ്ങളിലെ അമലുകളാണെന്ന് പറയുമ്പോൾ ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, വൽ ജിഹാദ് യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അപ്പോൾ ജിഹാദ് അതിനേക്കാൾ ശ്രേഷ്ഠകരമല്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ ജിഹാദിനായി പുറപ്പെടുന്നു, അയാളുടെ ധനവും ജീവനും നഷ്ടപ്പെടുന്നുവെങ്കിൽ അതാണ് ശ്രേഷ്ഠകരം, അല്ലെങ്കിൽ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠകരം ഈ ദിനങ്ങളിലെ സൽക്കർമ്മങ്ങളാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ പലപ്പോഴും ഒരു ആശ്ചര്യകരമായ സംഗതി എന്താണെന്ന് വെച്ചാൽ, റമളാനിൻ്റെ അവസാനത്തെ 10 രാത്രികൾക്ക് നമ്മൾ ഭയങ്കരമായ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അതിനെ ഹയാത്താക്കാൻ വേണ്ടി നമ്മൾ നന്നായി ശ്രദ്ധിക്കുന്നു. അതിൽ പരമാവധി അമലു സ്വാലിഹാത്ത് നമ്മൾ എടുക്കുന്നു, ഉറങ്ങാതിരിക്കുന്നു. നമ്മൾ ഇതിൻ്റെ പകലുകൾ, സത്യത്തിൽ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങളിലെ പകലുകൾ എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടാണ് ഈ ഹദീസുകളുടെ ചർച്ചയിലും പണ്ഡിതന്മാർ ഇതിൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ടൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഗൗരവം അറിഞ്ഞ് അതിലെ അമലു സ്വാലിഹാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും നിർണ്ണയിക്കുക. പരലോകത്ത് നമ്മുടെ സൽക്കർമ്മത്തിൻ്റെ തൂക്കാണ് തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ നമ്മൾക്ക് നന്മയോടൊരു ഗുണപരമായ ആർത്തി ഉണ്ടാകണം. അള്ളാഹു ഇങ്ങനെ നൽകുന്ന സ്പെഷ്യൽ ഓഫറുകൾ അത് ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മൾ അലസത കാണിക്കാൻ പാടില്ല. അവിടെ നന്മയിൽ ഒരു മത്സരബുദ്ധിയാണ് യഥാർത്ഥ വിശ്വാസികൾക്ക് വേണ്ടത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വഹാബത്തെല്ലാം, ഇപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ നന്മകളിൽ മത്സരിച്ചിരുന്നത്, ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ മത്സരിച്ചിരുന്നത്, ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തോൽപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടത് ഒക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമൻ, ഇന്ന് ആരാണ് നിങ്ങൾ നോമ്പെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇന്ന് ആരാണ് ദാനധർമ്മം ചെയ്തത്, ഇന്നാരാണ് രോഗിയെ സന്ദർശിച്ചത്, ഇതൊക്കെ ചോദിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുകയും അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇതെല്ലാം ഒരുമിച്ചൊരു വ്യക്തിക്ക് സ്വർഗ്ഗമാണ് പ്രതിഫലം എന്നെല്ലാം പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ സത്യം അതാണ്, നമ്മൾക്ക് അങ്ങനെ ഒരു മനോഭാവം നന്മയോട് വേണം. ഇപ്പോൾ റസൂലിൻ്റെ അടുക്കലേക്ക് ദരിദ്രരായ സ്വഹാബികൾ വന്ന് പരാതി പറയുന്നൊരു രംഗമുണ്ട്. അവർ പറയുന്നത്, റസൂലെ മുഴുവൻ പ്രതിഫലം മുഴുവൻ ആര് കൊണ്ടുപോയി? സമ്പന്നർ കൊണ്ടുപോയി. അപ്പോൾ അവരെ പരാതി അവർക്ക് സമ്പത്തുണ്ട് എന്നുള്ളതല്ല പരാതി. അവർ പറയുന്നു, യുസല്ലി കമാൻ യുസല്ലി, ഞങ്ങൾ സ്കരിക്കുന്ന പോലെ അവർ സ്കരിക്കുന്നു, യസുമൂന കമാൻ യസൂമു, ഞങ്ങൾ നോമ്പെടുക്കുന്ന പോലെ അവർ നോമ്പെടുക്കുന്നു. എന്നിട്ട് റസൂലിനോട് അവർ പറയാണ്, പക്ഷേ അള്ളാഹു അവർക്ക് എന്ത് നൽകിയിട്ടുണ്ട്? സമ്പത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കതില്ല, അപ്പോൾ ഞങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ വയ്യ. അതാണ് അവരെ പരാതി. ഞങ്ങൾക്ക് ലക്ഷറി ഇല്ല, അങ്ങനത്തെ ഇഷ്യൂകളൊന്നും അതിൽ വരുന്നില്ല. ഞങ്ങൾക്ക് സ്വതക്ക ചെയ്ത് പ്രതിഫലം കിട്ടുന്നില്ല. അപ്പോൾ പ്രതിഫലം കിട്ടാത്തതിൻ്റെ വിഷയമാണ് അവരാരോട് പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. അപ്പോൾ റസൂൽ പറയാണ്, നിങ്ങൾക്ക് സ്വതക്കകൾക്ക് വേറെ മാർഗ്ഗമില്ലേ? റസൂൽ പറയാം, കുല്ലു തസ്ബീഹ് സ്വതക്ക, തസ്ബീഹ് സ്വതക്കയാണ്, തഹ്ലീൽ സ്വതക്കയാണ്, നിങ്ങൾ അൽഹംദുലില്ലാഹ് അങ്ങനെ റസൂൽ അവരെ ആശ്വസിപ്പിക്കുകയാണ്. അവസാനം റസൂൽ അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇണയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് പ്രതിഫലം. അപ്പോൾ അവർ ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്, റസൂൽ ഞങ്ങൾ ലൈംഗികത ശമിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രതിഫലം? അപ്പോൾ റസൂൽ ചോദിക്കുകയാണ്, നിങ്ങൾ ആറാമായി അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ, വ്യഭിചാരത്തിലൂടെ മറ്റു മാർഗ്ഗങ്ങളിലൂടെ ആക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ശിക്ഷ കിട്ടില്ല. അതെ. അപ്പോൾ റസൂൽ പറയാം, നിങ്ങളത് ഹലാലായ മാർഗ്ഗത്തിൽ നിങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ പ്രതിഫലം കിട്ടും. അപ്പോൾ അത്തരത്തിലൊരു ഗുണപരമായ ആർത്തി എന്നുള്ളൊരു നെഗറ്റീവ് വാക്കാണ്. പക്ഷേ മനസ്സിലായി, ഗുണപരമായ ആർത്തി നമ്മൾക്ക് നന്മയോടുണ്ടാകണം ഈ 10 ദിവസത്തിൽ പ്രത്യേകിച്ച്. ഈ വിശുദ്ധ ഖുർആൻ നന്മകളെ സംബന്ധിച്ച് പറയുമ്പോഴൊക്കെ ഈ മത്സരം എന്നുള്ള വാക്ക് ഓടി വരികയും സാരിയോ സാബിഖു ഫസ്തബിഖു ഇലൽ ഖൈറാത്ത് എന്നൊക്കെയാണ്. സ്വർഗത്തെ സംബന്ധിച്ച്, സ്വർഗത്തിലെ പിന്നെ നന്മകളെ സംബന്ധിച്ച്, അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴും വഫീ ദാലിക ഫലിയതനാഫസിൽ മുത്തനാഫിസുൻ, അതിനുവേണ്ടി മത്സരിക്കട്ടെ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരം ഒരു നന്മകളിലുള്ളൊരു മത്സരമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാവർത്തികമാക്കുക. അപ്പോൾ അസൂയ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അസൂയ പോലും എന്താ പറയുക, അംഗീകരിക്കപ്പെടുന്നൊരു മേഖല. ഒരാൾ അറിവ് പഠിക്കുന്നു, അയാൾ അറിവ് പകരുന്നു, അപ്പോൾ അതിൽ നിങ്ങൾക്ക് അസൂയപ്പെടാം.
അങ്ങനെ അതുപോലെ തന്നെ സ്വതക്ക അള്ളാഹു കൊടുത്തതിൽ നിന്ന് സമ്പത്തിൽ നിന്ന് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അസൂയപ്പെടാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾക്ക് കോമ്പറ്റീഷൻ ശരിക്കും വേണ്ടത്. അപ്പോൾ എന്തായിരുന്നാലും ഈ 10 ദിവസം വലിയ ഒരു പ്രതിഫലാർഹമായ ദിവസം, മഹത്തായ ദിവസം. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാനുള്ളത് ഈ ദിവസങ്ങളിൽ, ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ? ഈ ദിവസങ്ങളിൽ എല്ലാ നന്മകളും സംഭവിക്കുന്നു എന്നുള്ളതാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. സ്വതക്ക, നമസ്കാരം, ഹജ്ജ് വരെ ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ നന്മകൾക്കും പ്രാധാന്യമുള്ള സാധ്യതകളുള്ള ദിവസമാണ്. അതുകൊണ്ട് എല്ലാ നന്മകളിലും പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞത് നിങ്ങൾ തഹ്ലീലുകൾ വർദ്ധിപ്പിക്കുക, ഫക്സിറു ഫിഹിന്ന തക്ബീറുകളും തഹ്മീദുകളൊക്കെ ആ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുക. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയ ദിക്റുകൾ, മറ്റ് നന്മകൾ, ഇതൊക്കെ ഈ ദിവസങ്ങളിൽ പിന്നെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള കൽപ്പന ഉള്ളത് നിങ്ങൾ ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അത് വിശ്വാസിക്കൊരു മത്സ്യത്തിന് വെള്ളം പോലെ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ കൂടുതൽ ദിക്റുകൾ ചൊല്ലാൻ നമ്മൾ പരിശ്രമിക്കുക. അതിനോടൊപ്പം നോമ്പ് പ്രധാന ചർച്ചയാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അറഫ ദിനത്തിലെ നോമ്പ്, നമ്മൾ അറഫ ദിനത്തിൽ ഒരു പ്രത്യേക എപ്പിസോഡ് ചെയ്യുന്നുണ്ടായി ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നില്ല. അപ്പോൾ നോമ്പുകൾ, അതിലെ സുന്നത്ത് നോമ്പുകൾ നഷ്ടപ്പെടുത്താതിരിക്കുക. പിന്നെ അതിൽ 9 ദിവസം നോമ്പെടുത്ത് അനുഷ്ഠിക്കാമെന്ന് പണ്ഡിത അഭിപ്രായങ്ങൾ നമുക്ക് അതിൽ കാണാൻ പറ്റും. അത് മറ്റേ ഹദീസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ്. എന്തായിരുന്നാലും അതിലെ സുന്നത്ത് നോമ്പുകൾ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളത്. ഏതായാലും ദുൽഹിജ്ജ 9 നോമ്പ് പ്രബലമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യുകഫിറു സനത്തൽ മാദിയ വൽ ബാക്കിയ, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ഓരോ വർഷങ്ങളിലും പാപങ്ങൾ ആ ഒറ്റ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടുന്നതാണ്. അപ്പം അത്രയ്ക്കും പ്രാധാന്യമുള്ള, അത്ര ഗൗരവമുള്ള ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ കടന്നു പോകുന്നതെന്നുള്ള ആ ഒരു ഗൗരവത്തിൽ ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായിരുന്നാലും ഈ ദിവസങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ഒരു രൂപത്തിലേക്ക് മാറരുത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, റമദാനിൻ്റെ 10 രാവുകൾ നമ്മളെങ്ങനെ പരിഗണിക്കുന്നുവോ അതുപോലെ നമ്മുടെ ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 പകലുകളെ നമ്മൾ പരിഗണിക്കണം. പരമാവധി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഇനി ഇതിലേക്ക് എന്തെങ്കിലും ചേർത്ത് വെക്കാൻ ഉണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ നന്മകൾ അധികരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ മരണപ്പെടുമ്പോൾ അയാളെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോൾ 3 സംഗതികൾ അയാളെ അനുഗമിക്കും. അയാളുടെ സമ്പത്ത്, അയാളുടെ കുടുംബം, അയാളുടെ സൽക്കർമ്മങ്ങൾ. പക്ഷേ അയാളുടെ കർമ്മങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം തിരിച്ചു പോരും. ആ കർമ്മങ്ങളാണ് നാളെ നമുക്ക് കൂട്ടിനുണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നാളെ നമുക്ക് നമ്മുടെ ഖബർ ജീവിതം, പാരത്രിക ജീവിതം സുഖകരമാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരു നല്ല നന്മയുടെ ഒരു ഗണനം ഈ ഒരു ദുൽഹിജ്ജ ആദ്യ 10 സംഭവിക്കട്ടെ എന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.